ഹലോ എവ്രി വൺ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. വേറെ ആരുമല്ല, റിക്വസ്റ്റ് ചെയ്ത എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. കുറേ നാളായിട്ട് ഐഷു നീ വീഡിയോ ചെയ്യണം ബിക്കോസ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും കൂടെ വരുന്നൊരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോണത്. വലിയ ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാതെ പറയാം. ടുഡേ ഐ ആം ഗോണ ഡിസ്കസ് അബൌട്ട് മെൻസ്ട്രൽ സൈക്കിൾ അല്ലെങ്കിൽ മാസമുറ. അപ്പോൾ എല്ലാവർക്കും ഉള്ള പോലെ തന്നെ എനിക്കുള്ളൊരു സാധനമാണ്, എല്ലാ ഗേൾസിനും ഉണ്ടാകുന്ന സംഭവമാണ് മാസമുറ. അപ്പോൾ ഫോർ ദ പാസ്റ്റ് മേ ബി 6-7 ഇയേഴ്സ് ഞാൻ എൻ്റെ പീരീഡ്സ് എല്ലാ സമയത്തും യൂസ് ചെയ്യുന്നത് മെനിസ്ട്രൽ കപ്പാണ്. മെനിസ്ട്രൽ കപ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പോൾ ഭയങ്കര കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിന് മുമ്പ് വരെ, അതായത് 2018-19 ടൈമിലൊക്കെയാണ് മെനിസ്ട്രൽ കപ്പ് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയതും ഞങ്ങളുടെ നാട്ടിൽ അത് ഇൻട്രൊഡ്യൂസ്ഡ് ആയതും ആ സമയത്താണ്. അപ്പോൾ ഇങ്ങനൊരു സംഭവം വന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചിലപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ആദ്യം വാങ്ങിച്ചത് അല്ലെങ്കിൽ ആദ്യം വാങ്ങിയ 5 ആൾക്കാരിൽ ഒരാൾ ഞാനായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അത്രയും ഞാൻ വെയിറ്റ് ചെയ്തിരുന്നൊരു സാധനമായിരുന്നു ഈ പാഡിൽ നിന്നൊരു മോചനം എന്നുള്ള നിലയ്ക്ക്. അതിന് മുമ്പ് വരെ ഞാൻ ഭയങ്കര വിസ്പറിൻ്റെ എക്സ്ട്രാ ലോങ് പാഡൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരാളാണ്. ബിക്കോസ് ഓഫ് ദ ബ്ലീഡിങ്, ബിക്കോസ് ഓഫ് കംഫർട്ട് ഇഷ്യൂ, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന വിസ്പറിൻ്റെ ഈ ലോങ് എക്സ്ട്രാ പർപ്പിൾ പാക്കറ്റിലെ പാഡാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ പോലും പീരീഡ്സ് ആവുന്ന ആ ഒരു ഡേറ്റ് തൊട്ട് നമ്മുടെ കാലിൻ്റെ തുടയിലുണ്ടാവുന്ന ഇങ്ങനെ റാഷസുകൾ, അല്ലെങ്കിൽ ഇങ്ങനെ തുട ഒരഞ്ഞ് പൊട്ടൽ, അതുപോലെ തന്നെ ഇതായി കഴിയുമ്പോൾ നമ്മൾ ആദ്യത്തെ 3 ദിവസം 5-6 പാഡൊക്കെ തന്നെ ഒരു ദിവസം നമ്മൾ മാറ്റുന്നുണ്ട്. ബിക്കോസ് ഓരോ തവണ നമ്മൾ യൂറിനേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഇതിനായിട്ട് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനസികമായിട്ടുണ്ടാകുന്ന സ്ട്രെസ്സ്, വയറിനുണ്ടാകുന്ന അതികഠിനമായ വേദന, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്താ പറയുക, ഈ റാഷസ്, ഇച്ചിങ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, വൊമിറ്റിങ്, ഓഷ്യ, ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ, പെൺകുട്ടികൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സംഭവം ലോഞ്ച് ചെയ്തു എന്നറിഞ്ഞപ്പോൾ തന്നെ ഞാൻ പോയി മേടിച്ചു. ആൻഡ് ആ ഒരു മൊമെൻറ്റിനോട് ഞാനിപ്പം എന്താ പറയുക, ഏറ്റവും കൂടുതൽ ബ്ലെസ്ഡ് ആയിരിക്കുന്ന ഒരു മൊമെൻറ്റ് ലൈഫിൽ എന്ന് ഞാനത് വിചാരിക്കും. ബിക്കോസ് ആ ഒരു തീരുമാനം ഭയങ്കര മികച്ചതായിരുന്നു. ലൈഫിൽ മെൻസ്ട്രൽ കപ്പിന് ശേഷം ഉണ്ടായ ഒരു ചേഞ്ചസ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. ഇപ്പം റാഷസ് ഇല്ല, ഇപ്പം വയറിന് അത്ര വേദനയില്ല, ഇപ്പം പഴയ പോലുള്ള പ്രശ്നങ്ങളില്ല, വളരെ കംഫർട്ടബിളാണ്. ഓരോ തവണയും ഈ സ്റ്റെയിൻ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അറപ്പും അവജ്ഞയൊന്നും ഇപ്പം ഇല്ല. ബിക്കോസ് നമ്മളിത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 6 to 8 hours പിന്നെ ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുക വേണ്ട. എത്ര ഹെവി ബ്ലീഡിങ് ആണെന്ന് പറഞ്ഞാലും ഈ ഒരു സാധനം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് ഈവൻ നമ്മൾ യൂറിനേറ്റ് ചെയ്യുമ്പോൾ നമ്മളിത് കാണുന്നില്ല. ബിക്കോസ് ആ വരുന്ന സ്റ്റെയിൻസ് എല്ലാം തന്നെ ആ കപ്പിലേക്കാണ് കളക്ട് ആവണത്. ആൻഡ് നമ്മൾ ഫ്രീ ആവുന്ന സമയത്ത് നമുക്കത് റിമൂവ് ചെയ്യാം, ക്ലീൻ ചെയ്യാം, സ്റ്റെറിലൈസ് ചെയ്യാം, റീയൂസ് ചെയ്യാം. ആൻഡ് അതർ സൈഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബഡ്ജറ്റാണ്. ഓരോ തവണ നമ്മുടെ നാട്ടിലുള്ള ഓരോ ആൾക്കാർ പാഡ് വാങ്ങിക്കുമ്പോൾ ഓരോ മെൻസ്ട്രൽ സൈക്കിളിലും മിനിമം 2 to 3 പാക്കറ്റ്സ് ഓഫ് പാഡ് നമ്മൾ ഉപയോഗിച്ച് മാറ്റുന്നുണ്ട്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ മെൻസ്ട്രൽ നല്ലൊരു ക്വാളിറ്റി കപ്പ് മേ ബി അതുകൊണ്ട് എനിക്ക് ഇപ്പോഴത്തെ റേറ്റ് എത്രയാണെന്ന് അറിയില്ല, മേ ബി 500-നും 1000-ൻ്റെ ഇടയ്ക്കായിരിക്കും ഇപ്പോഴത്തെ ഒരു റേറ്റ് വരുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ 2 കപ്പ് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു 5 to 10 വർഷം നിങ്ങൾക്ക് അത് തന്നെ യൂസ് ചെയ്യാം. ബിക്കോസ് ഞാൻ ഫസ്റ്റ് വാങ്ങിയ കപ്പ് ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ 2 സ്പെയർ കൂടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും, അതായത് ഡേറ്റ് അല്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരെണ്ണം ക്യാരി ചെയ്യും. ആൻഡ് എൻ്റെ ഡ്യൂറിങ് പീരീഡ്സ് ടൈമിലാണ് എവിടെയെങ്കിലും പോകുന്നതെന്നുണ്ടെങ്കിൽ, ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരെണ്ണം വെച്ചിട്ടുണ്ടാകും, ഒരെണ്ണം സ്പെയർ എപ്പോഴും ക്യാരി ചെയ്യും. ആൻഡ് രണ്ടും പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്തതാണെന്ന് ഞാൻ മേക്ക് ഷുവർ ചെയ്യും. ബിക്കോസ് നമ്മളിത് റീയൂസ് ചെയ്യുന്നൊരു സാധനമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഹൈജീൻ സൈഡിനെ കുറിച്ച് നമ്മൾ കുറച്ച് എക്സ്ട്രാ കെയർഫുൾ ആയിരിക്കുക. കാരണം നമ്മളിത് നമ്മൾ ലൈക്ക് ബോഡിയുടെ ഉള്ളിലേക്ക് വെക്കുന്നൊരു സാധനമല്ലേ, അപ്പം അതിൻ്റെ കോണ്ടാക്റ്റ്, അപ്പം നമ്മളത് ഏറ്റവും ഹൈജീനിക് ആയിരിക്കണം. നിങ്ങൾക്ക് കാര്യം പിടിയിട്ടില്ലേ, ഏറ്റവും ഹൈജീനിക് ആയിരിക്കണം. അപ്പോൾ ഈ മെൻസ്ട്രൽ കപ്പ് സ്റ്റെറിലൈസ് ചെയ്യുന്നതിനുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഇപ്പം അതില്ലെങ്കിൽ നിങ്ങൾ നല്ല ചൂടുവെള്ളത്തിൽ ക്ലീൻ ചെയ്യാവുന്ന കാര്യമുള്ളൂ. ആൻഡ് ഇത് ക്യാരി ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ബോക്സുകൾ അല്ലെ പൗച്ചുകളൊക്കെ കിട്ടും. അപ്പം നമ്മൾ ആ ബഡ്ജറ്റ് സൈഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും ഭയങ്കര കൺവീനിയൻ്റ് ആണ്. കാരണം നമ്മൾ ആദ്യത്തെ ഒരു ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ 5 to 10 years നമ്മൾ സേഫാണ്. ഇനി ആ ഒരു സൈഡിലെ കുറിച്ച് നമ്മൾ തിരിഞ്ഞു നോക്കണ്ട. പിന്നെ ഇതിൻ്റെ കൺവീനിയൻസ്, ഈ ഒരു സാധനം നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വയറിന് കിട്ടുന്ന ഒരു സപ്പോർട്ടുണ്ട്. അത് വെക്കുന്നവർക്കറിയാം. നമ്മുടെ വയറിൻ്റെയൊക്കെ വേദനയും ആ ഡിസ്കംഫേർട്ടും റാഷൊക്കെ നന്നായിട്ട് കുറഞ്ഞിരിക്കും. ഭയങ്കര നല്ലൊരു തീരുമാനമാണ്. ആൻഡ് ഇതുവരെ ഈ ഒരു സാധനത്തിനോട് ഭയത്തോടെ കാണുന്ന ആൾക്കാരുണ്ട്. ബിക്കോസ്
മെനിസ്ട്രൽ കപ്പ് അത്രയും പ്രചാരം ഉണ്ടോന്ന് വെച്ചാൽ എനിക്കറിയില്ല. പലർക്കും ഇപ്പോഴും അത് ഉപയോഗിക്കാൻ പേടിയാണ്. കാരണം മേ ബി എന്താ പറയാ, കാണുമ്പോൾ ഒരു കപ്പ് പോലെ ഇരിക്കുന്ന ഒരു സാധനം, ഒരു ഒരു കൈൻഡ് ഓഫ് സിലിക്കണിൽ ഉണ്ടാക്കിയ സാധനം. അപ്പം നമ്മൾ ഉള്ളിൽ ഇത് വെക്കാന്ന് ഓർക്കുമ്പോൾ ഇത് കയറിപ്പോവോ, തിരിച്ചിറങ്ങി വരത്തില്ലേ, ഇങ്ങനെ പല അൺവാണ്ടഡ് ഡൗട്ട്സും എല്ലാവർക്കും ഉണ്ട്. അത് നമ്മുടെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പേടിയാണ്. മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ വരെ അത്രയും സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്തതാണ് നമ്മുടെ ബോഡി എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സില്ലി തിങ്സിനെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ മെനിസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ചെയ്യുന്നതും റിമൂവ് ചെയ്യുന്നതും 0 പെയിൻ ആണ്. ഇതിന് കുറച്ച് ഫോൾഡിങ് ടെക്നിക്സ് ഉണ്ട്. ഇത് നമ്മൾ മടക്കി വെക്കാൻ ഇപ്പോൾ ഫോൾഡ് എന്നൊക്കെ പറയുന്ന 2-3 ഫോൾഡിങ് ടെക്നിക്സ് ഉണ്ട്. നിങ്ങൾ ആ ഫോൾഡിങ് ടെക്നിക്സ് ഒക്കെ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഇവൻ എനിക്ക് എൻ്റെ എല്ലാ ഫോട്ടോ കിട്ടുകയാണെങ്കിൽ ഞാനിവിടെ കൊടുത്തേക്കാം. ആ ടെക്നിക്സ് ഇന്ന് നോക്കുക, എന്നിട്ട് ഇൻസേർട്ട് ചെയ്യുക. ഫസ്റ്റ് ടൈം ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ഇത് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ഒരു ഫസ്റ്റ് പീരീഡിൽ നിങ്ങൾ പാഡിൽ നിന്ന് പെട്ടെന്ന് മെൻസ്ട്രൽ കപ്പിലേക്ക് മാറുന്ന ആ ഒരു സമയം, ഫസ്റ്റ് പീരീഡ്സ് നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നും. പക്ഷേ നിങ്ങളത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പാഡിലേക്ക് തിരിച്ചു പോകത്തതേ ഇല്ല. അത് 101% ഉറപ്പുള്ള കാര്യമാണ്. ബിക്കോസ് അത്ര കംഫേർട്ടിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് സൂപ്പർ കംഫി ആയിട്ടുള്ള ഒരു സാധനമാണ്. നമുക്ക് ഉണ്ടാവുന്ന ചേഞ്ചും കോൺഫിഡൻസും ഭയങ്കരമാണ്. ബിക്കോസ് പാഡൊക്കെ വെക്കുമ്പോൾ ഓരോ തവണയും തിരിഞ്ഞ് നോക്കണം, സ്റ്റെയിൻ ഉണ്ട്, ലീക്ക് ആയിട്ടുണ്ടോ എന്നൊക്കെ. ഇത് അങ്ങനത്തെ ഒരു കൺസേണും ഇല്ല, നമ്മൾ അറിയത്ത് പോലും ഇല്ല. എന്നെ സംബന്ധിച്ചിപ്പോൾ ഞാൻ ഇത്ര യൂസ്ഡ് ആയതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞ പീരീഡ് ആണെന്ന് ഓർക്കാറ് പോലും ഇല്ല. ആ സമയങ്ങളിൽ ഉണ്ടാവുന്ന ഡിസ്കംഫോർട്ടൊന്നും ഇപ്പോൾ വരാറില്ല. അപ്പം എൻ്റെ ഫ്രണ്ടിനോട് ഞാനിത് കുറേ നാളായിട്ട് പറഞ്ഞു. പുള്ളിക്കാരത്തേക്ക് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിലും ഉപയോഗിക്കാൻ പേടിയാണ്. ഹൂവർ ഇപ്പോഴും വാങ്ങി വെച്ച് ഉപയോഗിക്കാൻ പേടിക്കുന്നവർക്ക് പ്ലീസ് നിങ്ങൾ ആ ധൈര്യം ഒന്ന് സംഭരിച്ച് ഇത് ട്രൈ ചെയ്ത് നോക്ക്. കുറച്ച് 2-3 ദിവസത്തെ ആ ഡിസ്കംഫോർട്ടും ആ ഒരു ഫിയറും നിങ്ങളൊന്ന് മാനേജ് ചെയ്ത് നോക്കുക. ഇതൊരു സൂപ്പർ അടിപൊളി ഡിസിഷനാണ്. മെനിസ്ട്രൽ കപ്പ് ഒരു ലൈഫ് ചേഞ്ചർ തന്നെയാണ്. പ്ലീസ് നിങ്ങളുടെ ഹൈജീനും നിങ്ങളുടെ പീരീഡ്സിനെയും നിങ്ങളുടെ ആ ദിവസങ്ങളെയൊക്കെ നിങ്ങൾ കുറച്ചുകൂടി കൂൾ ആൻഡ് കംഫർട്ടബിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചേഞ്ച് യുവർ റുട്ടീൻ, പാഡ് ആൻഡ് ടാമ്പോൺസിൽ നിന്ന് മെനിസ്ട്രൽ കപ്പിലേക്ക് ആൻഡ് ഫീൽ ദ ഡിഫറൻസ് ആൻഡ് ഫീൽ ഹാപ്പി. അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.